അമേരിക്കയ്ക്ക് സ്വപ്നത്തിൽ പോലും ഒന്ന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു പ്രതിരോധ ഓഫർ. ഈ ഓഫർ കേട്ടിട്ട് പാകിസ്ഥാനും ചൈനയും ഒക്കെ ഞെട്ടി എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി പറയേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഒട്ടും അതിശയോക്തി വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ലോകത്തൊരു രാജ്യവും മറ്റൊരു രാജ്യത്തിന് നൽകാത്ത ഒരു വളരെ വലിയ ഒരു ഓഫറുകളുടെ കലവറയാണ് റഷ്യ ഇന്ത്യക്കായി ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഇന്റർനാഷണൽ മീഡിയാസും നമ്മുടെ നാഷണൽ മീഡിയാസും മലയാള മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ പുതിയ വാർത്ത. കാരണം പ്രതിരോധ രംഗത്ത് അത്രയേറെ വമ്പൻ ഓഫറുകളുമായി റഷ്യ ഇന്ത്യക്ക് മുമ്പിലേക്ക് ഒരു ഓഫർ നൽകി എന്ന് കേൾക്കുമ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയുവാനും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയുവാനും ഒരു ആഗ്രഹം നമുക്കുണ്ടായില്ലേ? കാരണം അത്തരത്തിലുള്ള ഒരു വലിയ ഓഫർ തന്നെയാണിത്. ഇന്ത്യൻ ഗവൺമെന്റോ റഷ്യൻ ഗവൺമെന്റോ ഇത് കൃത്യമായിട്ട് ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്ത വാർത്തകളൊന്നുമല്ല. നാഷണൽ മീഡിയാസും നമ്മുടെ ഇന്റർനാഷണൽ മീഡിയാസും നമ്മുടെ മലയാള മാധ്യമങ്ങളടക്കം വന്ന വാർത്തകൾ ഈ ഇത്തരം ഒരു പ്രതിരോധത്തെ പറ്റിയുള്ള ഇന്ത്യൻ പ്രതിരോധം കരുത്താർജിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തകൾ അവർ കൊടുത്തപ്പോൾ ആ വാർത്തയെ പറ്റി മാത്രമാണ് നാം ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അല്ലാതെ ഇതൊരു ഒഫീഷ്യൽ ഡിക്ലെയർഷൻ ഇതൊന്നുമല്ല. നമ്മുടെ ഒരു പ്രതിരോധ മേഖലയ്ക്ക് ശക്തി പകരുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ഏവർക്കും ഒരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അതിനേക്കാൾ ഉപരി തദ്ദേശീയമായി നാം വികസിപ്പിക്കുന്ന ആയുധങ്ങൾ കൂടി ഇതിനകത്തേക്ക് ചേരുന്നതോടും, അല്ലെങ്കിൽ ഇത് മുഴുവൻ തന്നെ നമുക്ക് തദ്ദേശീയമായി വികസിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നാം ഒരുപാട് ആഹ്ലാദിച്ചാലേ. പക്ഷെ അതിന്റെയൊക്കെ പുരോഗമനം നടക്കുകയാണ്. അതൊക്കെ ഭാവിയിൽ അതൊക്കെ ആകും, ഉറപ്പാണ്. അതിന്റെ ഒപ്പം ഇപ്പൊ നമുക്ക് ഏതായാലും കുറച്ച് കാര്യങ്ങൾ കൂടി മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരത്തിലുമായ ഒരു ഓഫറുമായി റഷ്യ വരുമ്പോൾ അത് ഇന്ത്യൻ ഗവൺമെന്റ് തള്ളുമോ കൊള്ളുമോ എന്ന് അറിയില്ല, അല്ലെങ്കിൽ ഏതൊക്കെ ഓഫർ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ മുഴുവൻ സ്വീകരിക്കുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ ആ ഓഫറുകളെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത്. കുറച്ച് ഓഫറുകളൊന്നുമല്ല. ഇത് ചൈനയും പാകിസ്ഥാനും കൃത്യമായി ഈ ഓഫറുകൾ ഇന്ത്യ സ്വീകരിച്ചാൽ തീർച്ചയായും ഞെട്ടുമെന്ന് 100% ഉറപ്പാണ്. ആദ്യത്തെ ഓഫർ നാം കുറച്ചു ദിവസങ്ങൾ മുമ്പ് മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഒരു Su-57E എന്ന് പറയുന്ന ഒരു 5ാം തലമുറ യുദ്ധവിമാനം, അതായത് അമേരിക്കയുടെ F-35 അമേരിക്ക നമുക്ക് ഓഫർ ചെയ്തിരുന്നു. അതിന് പകരമായി റഷ്യയുടെ Su-57E എന്ന ഒരു 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം ഇന്ത്യക്ക് റഷ്യ ഓഫർ ചെയ്തിരുന്നു. ഇതിന്റെ പ്രത്യേകത, റഷ്യ വെറുതെ ഒരു വിമാനം മാത്രമല്ല ഓഫർ ചെയ്തത്, അത് ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ, അതിന്റെ ഫുൾ കോഴ്സ് കോഡ് അടക്കം, അതായത് ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ലൈസൻസ് അടക്കം നൽകാമെന്നും, അതിന് ഇന്ത്യൻ ആയുധങ്ങൾ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ വേണമെങ്കിൽ അതിൽ ഫിറ്റ് ചെയ്യുന്നതടക്കമുള്ള സാങ്കേതിക സഹായങ്ങൾ ചെയ്യാമെന്നും, അത് പരീക്ഷിക്കാനുള്ള, അതായത് ഒരു ആയുധ കച്ചവടം മാത്രമല്ല, ആഴത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ സഹകരണം തന്നെയാണ് റഷ്യ ഉദ്ദേശിക്കുന്നത്. പതിറ്റാണ്ടുകളായി നാം ഉപയോഗിക്കുന്ന ഒരു 60% ആയുധങ്ങൾ റഷ്യയുടേത് തന്നെയാണ്. പക്ഷേ ഇന്ത്യ ഈ ഒരു സമയത്ത് റഷ്യ ഇങ്ങനെ ചിന്തിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടാകും. ഇന്ത്യൻ ആയുധങ്ങൾ ഒരു 60% റഷ്യയുടേതാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആ ഒരു സമയത്ത് ഇന്ത്യ കുറെയൊക്കെ മാറ്റി ചിന്തിച്ചു തുടങ്ങി. ഇന്ത്യ അമേരിക്കയുമായും ഫ്രാൻസുമായും ഇസ്രയേലുമായൊക്കെ പ്രതിരോധ ഇടപെടലുകളിൽ ഏർപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ 6 അന്തർവാഹിനികൾ പണിയാനുള്ള കരാർ ഇന്ത്യ ജർമ്മൻ കമ്പനിയുമായി ഒരു കരാറിലെത്തി എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു, കരാറിൽപ്പെട്ടുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അപ്പോ ആ ഒരു യൂറോപ്യൻ ബന്ധം, അമേരിക്കൻ ബന്ധമൊക്കെ കുറയ്ക്കുവാനും പണ്ടത്തെ ആ ഒരു സഹകരണം ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനുമാണ് റഷ്യ ശ്രമിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. പിന്നെ ഇതൊക്കെ ചിലപ്പോൾ ഇന്ത്യ ഈ ഓഫർ ഒന്നും സ്വീകരിക്കാൻ സാധ്യതയില്ല. കാരണം അമേരിക്കൻ ഉപരോധം തീർച്ചയായും ഉണ്ടാകുമെന്നും ആ ഉപരോധത്തേക്ക് പേടിച്ച് എല്ലാ ഓഫറുകളും ഇന്ത്യ സ്വീകരിക്കില്ല എന്നും വാദിക്കുന്നവരുമുണ്ട്. അതൊക്കെ ഏതായാലും കാത്തിരുന്ന് കാണാമെന്നേ പറയാനുള്ളൂ. അവരുടെ ആദ്യത്തെ ഓഫർ തന്നെ ഈ ഒരു 5ാം തലമുറ യുദ്ധവിമാനവും അതിന്റെ സാങ്കേതിക വിദ്യയുമാണ്. രണ്ടാമതായി അവരുടെ ഓഫർ ഇതേവരെ ഒരു റഷ്യ ഒരു രാജ്യത്തിനും ഓഫർ ചെയ്യാത്ത ഒരു യുദ്ധവിമാനമാണ്, ഒരു സ്ട്രാറ്റജിക് ബോംബറാണ്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രമേ ലോകത്ത് സ്ട്രാറ്റജിക് വിമാനമുള്ളൂ. ചൈന നിർമ്മിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു. പക്ഷെ കൃത്യമായ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും വന്നില്ല എന്നാണ് ഒരു വിവരം. അങ്ങനെ അമേരിക്കയുടെ B-2 ബോംബറുകൾ ഉണ്ടല്ലോ, അതേപോലെ തന്നെ വലിയൊരു സ്ട്രാറ്റജിക് ബോംബർ വിമാനമാണ് റഷ്യയുടെ Tu-160 എന്ന് പറയുന്നത്. ആ ഒരു വിമാനം റഷ്യ മറ്റൊരു രാജ്യത്തിന് കൊടുത്തിട്ടില്ല, ഇന്ത്യക്ക് നൽകാമെന്ന് റഷ്യ ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നു എന്നാണ് ഇന്റർനാഷണൽ മീഡിയകളും നമ്മുടെ നാഷണൽ മീഡിയകളും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇത് ഒരു സൂപ്പർസോണിക് ലോങ് റേഞ്ച് ബോംബർ ജെറ്റ് ആണ്. അത്തരത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് ആയ റഡാറുകളെ കബളിപ്പിക്കാൻ കഴിയുന്ന വളരെ ഒരു മികച്ച ബോംബർ വിമാനമാണ്. ഇന്ത്യക്കും ബോംബർ വിമാനങ്ങൾ ആവശ്യമില്ല എന്നും ആവശ്യമുണ്ട് എന്നും
പല തട്ടിൽ പല എക്സ്പെർട്ടും പല ഉദാഹരണങ്ങൾ പറയുന്നു, പല കാര്യങ്ങൾ പറയുന്നു. അതിന്റെയൊക്കെ ഉൾക്കളങ്ങളിൽ നാം പോകുന്നില്ല. കാരണം നാം യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു രാജ്യമല്ല. നമുക്ക് പ്രതിരോധത്തിന് വേണ്ടിയും നമ്മൾക്ക് അടിക്ക് തിരിച്ചടിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ബോംബർ വിമാനങ്ങൾ ആവശ്യമില്ല, നമ്മുടെ ജിയോഗ്രഫിക്കൽ ഘടനയ്ക്ക് അത് ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ മെറിറ്റിലും ഡിമെറിറ്റിലേക്കും അതിന്റെ ഇതിലൊന്നും നാം കടക്കുന്നില്ല. പിന്നീട് അടുത്തൊരു ഓഫർ, നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടെ നാം തിളങ്ങിയ, അതായത് നമ്മുടെ പ്രതിരോധ സംവിധാനമായ, മികച്ച പ്രതിരോധ സംവിധാനമായ Su-400 ട്രയംഫ്, ആ ഒരു സംഭവത്തിന്റെ ഒരു പുതുക്കിയ പതിപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന S-500 ഇന്ത്യക്ക് നൽകാമെന്നാണ് റഷ്യയുടെ അടുത്ത ഓഫർ. അവർ അത് പറയുന്നത് S-500 പ്രൊമറ്റ്യൂസ് എന്നാണ് അവർ അത് പേരിട്ടിരിക്കുന്നത്. ഇതൊരു ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകൾ, സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ തടയിടാനും തകർക്കുവാനും ഡ്രോണുകളെയൊക്കെ കൃത്യം ലക്ഷ്യം വെച്ച് തകർക്കുവാനും ഈ ഒരു ഇതിന് കഴിയുമെന്നാണ് പറയുന്നത്. ഇന്ത്യ വേറൊരു രാജ്യത്തിന്, അതായത് S-400 ഇന്ത്യ വാങ്ങുമ്പോൾ തന്നെ അവർ നേരത്തെ പറഞ്ഞത് S-100 എന്നൊരു ഈ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയാൽ അത് വേറെ ഏതെങ്കിലും രാജ്യത്തിന് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ഇന്ത്യക്ക് തന്നെയായിരിക്കും നൽകുക എന്ന് ഒരു റഷ്യൻ പ്രതിനിധി പറഞ്ഞതായി പല വാർത്തകൾ ഉണ്ടായിരുന്നു. അതാണ് ഇന്ത്യക്ക് ഓഫർ ചെയ്യുന്ന ഒരു മൂന്നാമത്തെ കാര്യം. പിന്നെ മറ്റൊരു യുദ്ധവിമാനം, ഒരു 4.5, ഇന്ത്യയുടെ വിവിധോദ്ദേശ യുദ്ധവിമാന ശൃംഖലയിലേക്ക് ഇന്ത്യക്ക് വിമാനം ആവശ്യമാണ് എന്ന് പല വാർത്തകളും കണ്ടിരുന്നു. ആ ഒരു വിവിധോദ്ദേശ യുദ്ധവിമാന പദ്ധതികൾക്ക് ആവശ്യമായ ഒരു വിമാനമായി ഈ റഷ്യയുടെ ഒരു Su-35 എന്ന ഒരു വിമാനം, അതായത് ഇന്ത്യക്ക്, അതായത് ഒരു ഫൈറ്റർ ജെറ്റ് ആണിത്, ഇത് ഇന്ത്യക്ക് നൽകാമെന്ന് റഷ്യ ഓഫർ ചെയ്തതായി അറിയുന്നു. ഇത് കൂടാതെ നമ്മുടെ വ്യോമമേഖല കൂടാതെ നമ്മുടെ നാവികസേനയ്ക്ക് കരുത്തായി പല, അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന കിലോ ക്ലാസ് അന്തർ, അതായത് ഇന്ത്യയുടെ സിന്ധു ഘോഷ് അന്തർവാഹിനികൾ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും, അതായത് അതിന്റെ കാലാവധി, കമ്മീഷൻ ചെയ്ത കാലാവധി, അതിന്റെ കാലാവധി കൂട്ടി നൽകുവാനും അതിനുവേണ്ട അറ്റകുറ്റപ്പണികൾ നൽകുവാനും ചെയ്തു തരാമെന്നും റഷ്യ ഓഫർ ചെയ്തു. അത് കൂടാതെ ഇവരുടെ ഒരു 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ അതിൽ ഘടിപ്പിക്കാനായിട്ട് ലോങ് റേഞ്ച് മിസൈലുകൾ നൽകാമെന്നും, അത് മാത്രമല്ല റഷ്യ ആണവ പോർമുനകളൊക്കെ വഹിക്കാൻ പറ്റിയ ഒരു അന്തർവാഹിനി ഇന്ത്യക്ക് വാടകയ്ക്ക് നൽകാമെന്നും റഷ്യ ഇതോടൊരു ഓഫർ നൽകിയിരിക്കുന്നു. അത് മാത്രമല്ല റഷ്യയുടെ റഡാർ സംവിധാനമായ, അതായത് ഏതൊരു താഴ്ന്നു പറക്കുന്നതും അല്ലെങ്കിൽ ഡ്രോൺ സംവിധാനം, ഈ ഒരു കാലഘട്ടത്തിൽ ഡ്രോൺ യുദ്ധ സംവിധാനം, നേരത്തെ ഒരു നിരീക്ഷണം മാത്രമായിരുന്ന ഡ്രോൺ എന്ന് പറയുന്ന സംഭവം ഒരു യുദ്ധ എക്യുപ്മെന്റ് ആയിട്ട് പരിണമിച്ചിരിക്കുന്നു. അതായത് ഡ്രോൺ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ റഡാറൊക്കെ ഇന്ത്യക്ക് നൽകാമെന്നും റഷ്യ ഓഫർ നൽകിയിട്ടാണ് മാധ്യമ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും പറയട്ടെ, ഇന്ത്യൻ ഗവൺമെന്റോ അല്ലെങ്കിൽ റഷ്യൻ ഗവൺമെന്റോ ഒഫീഷ്യലായി ഇതൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. തികച്ചും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, മാധ്യമ വാർത്തകളെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാതെ ഇതൊരു ക്ലാസിഫൈഡ് ചെയ്തു വെച്ച വിവരമൊന്നുമല്ല. മാധ്യമ വാർത്തകളിൽ വന്നത് നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു വാർത്തയൊന്നുമല്ല ഇത്. അപ്പോ ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല, തീരുമാനം അറിയിച്ചിട്ടില്ല എന്നും തന്നെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ നാം ഗ്ലോബലി വളരെ പവറാണ്. ഈ ഒരു പ്രതിരോധ സംവിധാനങ്ങളും ഈ ഒരു യുദ്ധ സംവിധാനങ്ങളും തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധ സംവിധാനങ്ങൾ ഉള്ള ഒരു രാജ്യം തന്നെയാണ്. ഇത് തന്നെ വെച്ചിട്ട് പാകിസ്ഥാനെയും ചൈനയെയും എതിർക്കുവാനും പ്രതിരോധിക്കുവാനും ഇന്ത്യക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെ വളരെ വളരെ വലിയ കാര്യമാണ്. അത് മാത്രമല്ല, അതിന്റെ ഒപ്പം ഇത്തരം ഒരു സംവിധാനങ്ങൾ കൂടി ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായും ചൈനയുടെയും പാകിസ്ഥാന്റെയും നെഞ്ചിടിപ്പ് കൂടുമെന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. ഒരുപാട് ഒരു വിഷമത്തോടു കൂടി അല്ലെങ്കിൽ ഒരുപാട് ഒരു ആശങ്കയോട് കൂടിയാണ് ഇന്ത്യ റഷ്യ ഈ ഒരു ഇടപാട് നടക്കുമോ ഇല്ലയോ എന്നറിയാൻ ചൈനയുടെയും പാകിസ്ഥാന്റെയും വക്താക്കളൊക്കെ നോക്കിക്കാണുന്നത് എന്നാണ് ഇന്റർനാഷണൽ മീഡിയകൾ, നമ്മുടെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഏതൊരു പ്രതിരോധ രംഗത്തെ ഏതൊരു ആധുനിക സജ്ജീകരണവും ഇന്ത്യയിൽ വരുന്നതും മറ്റും ഏതൊരു ഇന്ത്യക്കാരനും ഒരു അഭിമാനിക്കാവുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് കണ്ടപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ഈ വീഡിയോകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ മിസ്റ്റേക്കുകളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. ഞാനൊരു പ്രീ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ടൊന്നുമല്ല, ഞാൻ വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. അതിന്റെ സമയത്ത് ചിലപ്പോൾ പേരുകളിലൊക്കെ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം സംഭവിക്കാൻ സാധ്യതയില്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സദയം നിങ്ങൾ എക്സ്പെർട്ടുകൾ ഇത് അറിയാമെങ്കിൽ സദയം ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഇത്തരത്തിലുള്ള അടുത്ത വീഡിയോയിൽ സമകാലീന വാർത്തകൾ, അതേപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസ്, ഇതൊക്കെയാണ് നാം ഈ ചാനലിൽ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകളുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുവാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും വരാമെന്ന വിശ്വാസത്തോടെ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വാസത്തോടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം.